മറ്റു വാർത്ത, കഴിഞ്ഞ ദിവസം ജി സുധാകരൻ നടത്തിയ ഒരു പ്രസ്താവന അത് പിന്നീട് വിവാദമായതാണ്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന മുൻമന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർ. സംഭവത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കുവാനും അടിയന്തര നടപടി സ്വീകരിക്കുവാനും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ. സുധാകരന്റെ വാക്കുകളിലേക്ക്. നിങ്ങളുടെ എല്ലാം മെമ്പർഷിപ്പിയുടെ വലിയ നേതാവായിരുന്ന ദേവദാസ് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അപ്പൊ എല്ലാം ദേശീയാർത്ഥി ഞങ്ങൾ പൊട്ടിച്ചത് ഒട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. ഇത് എന്റെ പേര് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതായിരുന്നു സുധാകരന്റെ പരാമർശം. പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ചു, തുടർന്ന് അത് പൊട്ടിച്ചാൽ പിന്നെ തിരിച്ചൊട്ടിക്കാനൊന്നും പ്രയാസമില്ല. അത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തിരിച്ചൊട്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഗൗരവമുള്ള പരാമർശമാണ്. അതും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു, ദീർഘകാലം രാഷ്ട്രീയ രംഗത്തുണ്ട്, MLA ആയിരുന്ന ആൾ, ഇപ്പോൾ സജീവമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആൾ കൂടിയാണ്. സഹിത്ത് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, ഇതിൻ്റെ ഒരു വല്ലാത്തൊരു തരത്തിലാണല്ലോ ഈ വിഷയത്തെ കാണേണ്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി ഇതിനെ കാണുന്നുണ്ട് എന്നാണ് പുതിയ നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും രജിത്ത്, നമ്മൾ ഓർത്തെടുക്കേണ്ടത് CPM-ൽ ഇത് ആദ്യ അനുഭവമല്ല എന്നതാണ്. കാരണം മുമ്പും നേതാക്കൾ ഇത്തരം വിവാദ പ്രസ്താവനകൾ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മപ്പെടുത്തി നടത്തിയ വിവാദ പ്രസ്താവനകളിൽ CPM സംസ്ഥാന നേതൃത്വം കുടുങ്ങിയിട്ടുണ്ട്. MM മണിയുടെ പ്രസ്താവന ഉണ്ടാക്കിയ വലിയ കോലാഹലം നമുക്കറിയാം. എന്തായാലും ജി സുധാകരൻ ഇന്നലെ നടത്തിയ ഈ പ്രസംഗം അത് വിവാദമാകുമെന്നത് മുന്നിൽ കണ്ടുകൂടിയാവാം അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചതെന്ന് വേണം കരുതാൻ. എന്തായാലും അത് രാഷ്ട്രീയ വിവാദത്തിനപ്പുറം വലിയ നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അതീവ ഗൗരവമുള്ളത് എന്നതാണ് തന്നെയാണ് അവർ നടത്തുന്ന നീക്കം. ആലപ്പുഴ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, സുധാകരൻ പറയുന്ന ഈ കാലഘട്ടത്തിൽ നടന്ന സാഹചര്യം എന്താണ്, അന്ന് എന്തെങ്കിലും സംശയമോ സാഹചര്യങ്ങളോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം റിപ്പോർട്ട് നൽകണം. മറ്റൊന്ന്, ഇത് നടത്തിയ ഏത് പ്രസ്താവനയാണ്, ഏത് സാഹചര്യത്തിലായിരുന്നു ഈ പ്രസ്താവന, ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ജില്ലാ കളക്ടർ നൽകണം. എന്തായാലും ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ, ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം ഇതിനകം തന്നെ പോയി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കർശനമായ വലിയ നീക്കമാണ് ഇതിലുണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ തുടർ നിയമ നടപടികൾ, അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ സാഹചര്യം അതൊക്കെ സംശയകരമാണ്, എങ്ങനെ മുന്നോട്ട് പോകുമെന്നത്. പക്ഷേ ഇത് ആ തരത്തിൽ സുധാകരന് വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊന്ന്, ഇത് സുധാകരന് മാത്രമല്ല വെല്ലുവിളി, CPM സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇതിൽ വെട്ടിലാവുന്നത് എന്നതാണ്. കാരണം CPM-നെതിരെ നേരത്തെയും ഉയർന്ന ആരോപണമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു, ബൂത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രീതികൾ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരത്തെ ഉള്ളതാണ്. ഇവിടെയാണ് സുധാകരൻ, മുതിർന്ന നേതാവ്, CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന, മുൻ മന്ത്രിയായിരുന്ന ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ പറയുന്നു, ഞങ്ങൾ ഇത്തരം കൃത്രിമമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറച്ചിൽ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് നടന്നിരുന്നു, ഇതിൽ CPM നിലപാട് വ്യക്തമാക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഇതിൽ CPM-ന് പ്രതികരിക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം. കോൺഗ്രസ് ഇത് CPM കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് CPM-നെതിരായ ഒരു നീക്കമായി കൂടി അവർ അതിനെ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതേസമയം CPM-ൽ ഇത് സുധാകരനപ്പുറത്തേക്ക് മറ്റ് നേതാക്കൾ ആരും ഇത് പറഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണ്. സുധാകരൻ്റെ തുടർ പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേസെടുക്കാനുള്ള ഈ നീക്കത്തിലടക്കം സുധാകരൻ്റെ തുടർ പ്രതികരണങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. CPM നേതാക്കളും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ജി സുധാകരൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദം ചെറുതല്ല എന്ന് മാത്രമല്ല, അത് വലിയ നിയമപ്രശ്നത്തിലേക്കും മാറുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിലടക്കം സുധാകരന് ഇനി CPM സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ടാകുമോ എന്നതും അറിയേണ്ട കാര്യമാണ്. കാരണം സുധാകരൻ കഴിഞ്ഞ കുറെ കാലമായി CPM നേതൃത്വവുമായി രസത്തിലല്ല. തുടർച്ചയായി പാർട്ടിയെ വിമർശിക്കുന്നുണ്ട്. തുടർച്ചയായി പാർട്ടിയെ പലതരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന, വിമർശിക്കുന്ന പരാമർശങ്ങൾ സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, പോളിറ്റ് ബ്യൂറോ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി MA ബേബി ഈ സ്ഥാനത്തെത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ എത്തി സുധാകരനെ കാണുകയും ഒരു അനുനയ ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു. അതിനുശേഷവും പാർട്ടിയെ ലക്ഷ്യം വെച്ചല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില തുറന്ന പറച്ചിലുകൾ നടത്തുന്നത് സ്വാഭാവികമായും CPM-ന് ചില്ലറയായിരിക്കില്ല അലോസരപ്പെടുത്തുന്നത്. സൈത്ത്, അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത്. കാരണം CPM നേതൃത്വവുമായി അത്ര അടുപ്പത്തിലല്ല ജി സുധാകരൻ എന്നത് നമുക്കറിയാം. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ മുമ്പും നടത്തിയിട്ടുണ്ട്. പാർട്ടിക്കെതിരായ വിമർശനമുണ്ട്. അത് മന്ത്രിമാർക്കെതിരായ വിമർശനവും മുഖ്യമന്ത്രിക്കെതിരായുമൊക്കെ
രംഗത്ത് വരാൻ ജി സുധാകരൻ പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. അങ്ങനെ CPM നേതൃത്വവുമായ ഒരു അകൽച്ചയിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. MA ബേബിയെ പോലെയുള്ളവർ സുധാകരനെ കണ്ട് കാര്യങ്ങൾ ഒപ്പം നിർത്താൻ ശ്രമിച്ചെങ്കിൽ കൂടിയും ആ അകലം അത്ര ഇപ്പോഴും അകന്നു തന്നെ നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് സുധാകരനെ തള്ളിപ്പറയേണ്ടി വരും CPM-ന് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതെങ്ങനെ ഉണ്ടാകുമെന്നതാണ്. ഒരുപക്ഷെ CPM ഇത് വിവാദമാക്കേണ്ടതില്ല, അത് തുടർ പ്രതികരണങ്ങളിലേക്ക് പോവേണ്ടതില്ല എന്ന നിലപാടെടുത്തേക്കാം. പക്ഷേ ഇതിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടി വരും. ഒരുപക്ഷെ പരസ്യ പ്രസ്താവന തന്നെ നടത്തേണ്ടി വരും. എന്തായാലും സുധാകരൻ തുറന്നുവിടുന്നത് ഒരു വലിയ പ്രതിസന്ധി കൂടിയാണ് എന്നതാണ് സാഹചര്യം. ഇന്നലെ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പ്രതികരിച്ചത്. ഈ യൂണിയൻ സർക്കാർ ജീവനക്കാരുടെ യൂണിയൻ പ്രവർത്തനവും അവരുടെ രാഷ്ട്രീയ ബന്ധവും എന്ന വിഷയം കൂടിയാണ് അദ്ദേഹം അധികരിച്ച് സംസാരിച്ചത്. ഇതിനിടയിലാണ് 36 വർഷം മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൃത്രിമത്വം അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തുന്നത് എന്നാണ് സാഹചര്യം. ദേവദാസ് അവിടെ CPM മത്സരിച്ചപ്പോൾ എതിരെ മത്സരിച്ചത് വക്കം പുരുഷോത്തമനായിരുന്നു. 18,000 വോട്ടിന് മാത്രമാണെന്ന് ദേവദാസ് തോറ്റത്. അങ്ങനെ ഞങ്ങളവിടെ അപ്പോൾ ഈ പോസ്റ്റൽ വോട്ടുകളിലടക്കം പരിശോധന നടത്തി. അപ്പോഴാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പോസ്റ്റൽ വോട്ടുകൾ തുറന്ന് പരിശോധിക്കുകയും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പ്രതീക്ഷിച്ചിരുന്ന CPM വോട്ടുകളിൽ 15% എതിർ സ്ഥാനാർത്ഥിക്ക് പോയി എന്ന കാര്യം ബോധ്യപ്പെടുകയും പിന്നീട് ഞങ്ങൾ തന്നെ അത് തിരുത്തി കേസെടുക്കുന്നെങ്കിൽ കേസെടുക്കട്ടെ, ഇതാണ് സുധാകരൻ ഉപയോഗിച്ച വാക്കുകൾ. എന്തായാലും വലിയ വിവാദകരമാകുന്ന അല്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ നിഷ്കർഷിച്ച രീതിയിൽ വലിയ ക്രമക്കേട് നടന്നിരുന്നു എന്ന് ഒരു നേതാവ് തുറന്നു പറയുമ്പോൾ അത് സ്വാഭാവികമായ ഇതിൽ അന്വേഷണം നടക്കുമെന്ന് വ്യക്തമാണ്. നമുക്കറിയാം ഈ പോസ്റ്റൽ വോട്ടുകളുടെ രീതികളും പറ്റും. പല രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ സ്വയം ശേഖരിച്ച് പിന്നീട് ഇത് കമ്മീഷനിലേക്ക് എത്തിക്കുക എന്ന ഒരു പതിവാണ് മുൻകാലങ്ങളിലും ഉണ്ടായത്. പക്ഷേ ഇത് തുറന്നിരുന്നു, അത് തുറന്ന് പരിശോധിച്ച് അതിൻ്റെ അകത്ത് വെട്ടിത്തിരുത്തൽ വരുത്തി എന്ന് ഒരു നേതാവ് തന്നെ തുറന്നു സമ്മതിക്കുന്നു എന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ വ്യക്തത വേണ്ടി വരുന്നത്. എന്തായാലും ഈ നിയമപ്രശ്നത്തിൽ സുധാകരൻ കുരുക്കിലേക്ക് പോകുന്നു. അതിൽ തുടർ നടപടി എന്നത് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടുള്ള തുടർ നീക്കങ്ങളാവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉണ്ടാവുക. ഈ സുധാകരന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് സൈത്ത് അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ മൊഴിയെടുക്കും എന്നുള്ളതാണ്. പുന്നപ്പുറയിലെ G സുധാകരന്റെ വസതിയിലെത്തിയാകും മൊഴിയെടുക്കുക. കേസെടുക്കണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശാനുസരണമാണ് ഇത് എന്ന് മനസ്സിലാവും. അതായത് ഇതിൽ സ്വാഭാവികമായും തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരിച്ചിട്ടുണ്ടെന്ന സുധാകരന്റെ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത്യന്തം ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു എന്നുള്ള ഒരു ഇത് വന്നത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പക്കൽ നിന്നാണ്. അദ്ദേഹം കളക്ടറോടാണ്, ആലപ്പുഴ ജില്ലാ കളക്ടറോടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കേസെടുക്കാൻ. അപ്പോൾ നിയമ നടപടികളിലേക്ക് സുധാകരൻ കടക്കുകയാണ്. ഈ പറഞ്ഞ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വെട്ടിലായിരിക്കുകയാണ് രാഷ്ട്രീയ നേതാവ്. തീർച്ചയായും ഇതിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നീക്കം അത് വളരെ പെട്ടെന്നാണ്. കാരണം ഇതൊരു മാധ്യമ വാർത്തയായി ഉയർന്നു വരുന്നു. ഒരു പരാതി ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ നീക്കമുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇങ്ങനെ ഒരു നീക്കമുണ്ടെന്നറിഞ്ഞാൽ അത് സംരക്ഷിക്കേണ്ട ചുമതലക്കാരനായ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് തുടർ നടപടികളുമായി പോകാം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ കളക്ടറോട്, ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയാണ് ജില്ലാ കളക്ടർമാർ, അവർക്കുടെ ഭാഗത്തു നിന്നും ഈ നടപടി ആവശ്യപ്പെടുന്നത്. എന്തായാലും മൊഴിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. ഈ G സുധാകരൻ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം ഈ പൊതുപരിപാടിയിൽ പറഞ്ഞത് ഒരു പബ്ലിക് റെക്കോർഡായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇനി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഒരു പിഴവായിരുന്നു, തൻ്റെ സംസാരത്തിൽ ഉണ്ടായ ഒരു പിഴവാണ് എന്ന വാദമാണോ അദ്ദേഹം ഉയർത്തുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതായും ഈ മൊഴിയെടുക്കുന്നത് നിർണായകമാണ്. മൊഴിയിൽ അദ്ദേഹം, ആ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിന്നാൽ കൂടുതൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായ നടപടി അതുണ്ടാകും. ഇതിന് പുറമെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റാരെങ്കിലും കമ്മീഷനിൽ പരാതിയുമായി സമീപിച്ചാൽ അതിന്മേൽ തുടർ നടപടികൾ ആ തരത്തിലും ഉണ്ടാകും. കോടതിയെയും അത്തരം പരാതികൾ പോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ നിയമക്കുരുക്കിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. പക്ഷേ ഇത് എങ്ങനെ തെളിയിക്കപ്പെടുമെന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ, ആശങ്കകൾ നിലവിലുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ വ്യക്തമാവേണ്ട കാര്യം സുധാകരൻ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ, അദ്ദേഹം ഈ പബ്ലിക് സ്പീച്ചിൽ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യമാണ്. എന്തായാലും ഈ മൊഴിയെടുക്കുമ്പോൾ അത്തരം മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ എന്നത് നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചു. തീർച്ചയായും അതാണ് കാണേണ്ടത്. ഏതായാലും അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരൻ്റെ മൊഴിയെടുക്കാൻ കളക്ടറുടെ നിർദ്ദേശാനുസരണം എത്തുന്നുണ്ട്. മൊഴി നൽകേണ്ടി വരും, ചോദ്യങ്ങളുണ്ടാകും. എന്താകും സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. T സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.